ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ട്. അപ്പം ഇതുവരെ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് 19ാമത്തെ ദിവസത്തിലാണ് അല്ലേ. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ. അപ്പം ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ INC ഒക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാന സമ്മേളനങ്ങളാണ് നോക്കുന്നത്. വർഷം, സ്ഥലം, പ്രസിഡന്റ്, പ്രത്യേകത, ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ രൂപത്തിലാണ് നമ്മൾ നോക്കി പോകുന്നത്. അപ്പോൾ വർഷം 1885 അല്ലേ. തുടക്കം എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷത്തിൽ 1885 ബോംബെയിലാണ് സ്ഥലം. ബോംബെയാണ് സ്ഥലം. പ്രസിഡന്റ് ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. WC ബാനർജി ആണ്. ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് പ്രസിഡന്റ്. പ്രത്യേകത, കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമായിരുന്നു. പങ്കെടുത്തവർ 72 പേരാണ്. 1886 കൽക്കട്ട സമ്മേളനം. 1886 കൽക്കട്ട സമ്മേളനം. ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ പാഴ്സി ആണെങ്കിൽ അത് ദാദാഭായ് നവറോജിയാണ്. പങ്കെടുത്തവർ 434 പേരായിരുന്നു. ഇനി 1887 സമ്മേളനമാണ്. അത് മദ്രാസ് സമ്മേളനമാണ് അല്ലേ. മദ്രാസിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് 87. അതിൽ ബദറുദ്ദീൻ ത്യാബ്ജിയാണ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. ബദറുദ്ദീൻ ത്യാബ്ജി ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം. ബദറുദ്ദീൻ ത്യാബ്ജിയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം. ബദറുദ്ദീൻ ത്യാബ്ജി. കോൺഗ്രസ് സമ്മേളനത്തിൽ വേദിയായിരുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മദ്രാസ് ആണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മദ്രാസ് ആണ്. പങ്കെടുത്തവർ 607 പേരായിരുന്നു. ഇനി അടുത്തതായിട്ട് 1888 അലഹബാദ് സമ്മേളനമാണ്. അലഹബാദ് സമ്മേളനം. ജോർജ് യൂളായിരുന്നു അലഹബാദ് സമ്മേളനത്തിൽ. ജോർജ് യൂളായിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി യൂറോപ്യൻ ജോർജ് യൂളാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് യൂറോപ്യനാണ് ജോർജ് യൂള്. പങ്കെടുത്തവർ 1248 പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 1889 ബോംബെയിൽ വീണ്ടും സമ്മേളനം നടന്നു അല്ലേ. ഫസ്റ്റ് സമ്മേളനം എവിടെയായിരുന്നു? അത് ബോംബെയിലായിരുന്നു. എന്നാൽ 1889 അടുത്ത ബോംബെയിലെ സമ്മേളനം നടന്നു. വില്യം വെഡർബേൺ ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത്. വില്യം വെഡർബേൺ ആയിരുന്നു ബോംബെ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ. വില്യം വെഡർബേൺ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ വിദേശിയാണ്. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശിയാണ് വില്യം വെഡർബേൺ. 2 പ്രാവശ്യം പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഏക വിദേശിയാണ് വില്യം വെഡർബേൺ. കോൺഗ്രസ് സ്ഥാപകനായ A.O. ഹ്യൂമിൻ്റെ ജീവചരിത്രം എഴുതിയത് വില്യം വെഡർബേൺ ആണ്. കോൺഗ്രസ് സ്ഥാപകനായ A.O. ഹ്യൂമിൻ്റെ ജീവചരിത്രം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം വെഡർബേൺ ആണ്. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം. പണ്ഡിത രമാബായ് ഉൾപ്പെടെ 10ഓളം സ്ത്രീകൾ പങ്കെടുത്തു. പണ്ഡിത രമാബായ് ഉൾപ്പെടെ 10ഓളം സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ആദ്യ സമ്മേളനമായിരുന്നു വില്യം വെഡർബേണിൻ്റെ 1889 ബോംബെ സമ്മേളനം. അപ്പം തുടക്കത്തിൽ എന്താണ് ബോംബെയിൽ വെച്ചിട്ടാണ് ആ ഒരു സമ്മേളനം ഉണ്ടായിരുന്നത്. അതിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് അതിൻ്റെ പ്രസിഡന്റ്. 1885 ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് സ്ത്രീകൾ പങ്കെടുത്തതാണല്ലോ അല്ലേ. സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ആദ്യ ബോംബെ സമ്മേളനത്തിൽ തന്നെയാണ്. പക്ഷേ അത് ഏതാണ്? 1889 ബോംബെ സമ്മേളനമായിരുന്നു. അതിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് വില്യം വെഡർബേൺ ആണെന്ന് ഓർത്തു വെക്കുക. 1890 കൽക്കട്ട സമ്മേളനം. കൽക്കട്ട സമ്മേളനത്തിൽ ഫിറോസ് ഷാ മേത്തയായിരുന്നു പ്രസിഡന്റ്. കൽക്കട്ട സമ്മേളനം 1890 കൽക്കട്ട സമ്മേളനം. ഫിറോസ് ഷാ മേത്തയായിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റാണ് ഫിറോസ് ഷാ മേത്ത. ആദ്യത്തേത് ആരാണ്? കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സിയാണെങ്കിൽ ദാദാഭായ് നവറോജിയാണ്. ആദ്യമായിട്ട് ഒരു വനിത കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആദ്യമായിട്ട് ഒരു വനിത കോൺഗ്രസ് സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഈ ഒരു സമ്മേളനത്തിൽ, കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു. 1890 കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് കാദംബിനി ഗാംഗുലിയാണ്. കാദംബിനി ഗാംഗുലിയാണ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ വനിത. 1891 നാഗ്പൂർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനത്തിൽ P. അനന്ത ചാർലു ആയിരുന്നു പ്രസിഡന്റ്. P. അനന്ത ചാർലു ആണ് നാഗ്പൂർ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനായിരുന്നു P. അനന്ത ചാർലു. ആദ്യമായിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യയിൽ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ സ്ഥലം
ആദ്യമായിട്ട് ദക്ഷിണേന്ത്യയിലെ സ്ഥലം കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മദ്രാസാണ്. എന്നാൽ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പി ആനന്ദചാർലു ആണ്. കോൺഗ്രസിൻ്റെ പേരിനൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൻ്റെ പേരിനൊപ്പം ഈ ഒരു സമ്മേളനത്തിലാണ്, നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ത് കൂട്ടിച്ചേർത്തത്? നാഷണൽ എന്ന പേര് കൂട്ടിച്ചേർത്തത്. ഇനി 1892 1892 അലഹബാദ് സമ്മേളനം ഉമേഷ് ചന്ദ്ര ബാനർജി തന്നെയായിരുന്നു. 1892 അലഹബാദിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് പ്രസിഡന്റ് ആയിരുന്നത്. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ആദ്യ വ്യക്തിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. അടുത്തത് 1893 ലാഹോർ സമ്മേളനം. 1893 ലാഹോർ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 1894 മദ്രാസ് സമ്മേളനം. 1894 മദ്രാസ് സമ്മേളനത്തിൽ ആൽഫ്രഡ് വെബ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ 3ാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. 1895 പൂനെ സമ്മേളനത്തിൽ സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 1896 കൽക്കട്ട സമ്മേളനത്തിൽ റഹ്മത്തുള്ള സയാനി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1896 കൽക്കട്ട സമ്മേളനത്തിലാണ്. ആലപിച്ചത് ടാഗോറാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന 2ാമത്തെ മുസ്ലിം റഹ്മത്തുള്ള സയാനിയാണ്. കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചു. കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് ഈ ഒരു സമ്മേളനത്തിലാണ്. ഇനി 1897 അമരാവതി സമ്മേളനം. മഹാരാഷ്ട്രയിലെ അമരാവതി സമ്മേളനം ചോറ്റൂർ ശങ്കരൻ നായരായിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയാണ് ചോറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള 2ാമത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് പി അനന്തചാർലു ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ 2ാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ ആണ് ചോറ്റൂർ ശങ്കരൻ നായർ. ആദ്യമായിട്ട് ദക്ഷിണേന്ത്യക്കാരൻ ചോദിച്ചാൽ അത് പി ആനന്ദചാർലു ആണെന്ന് നമ്മൾ പഠിച്ചു. 1898 മദ്രാസ് സമ്മേളനം ആനന്ദ മോഹൻ ബോസ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്. 1899 ലക്നൗ സമ്മേളനം RC ദത്താണ് പ്രസിഡന്റ് ആയിരുന്നത്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമായിരുന്നു ലക്നൗ സമ്മേളനം. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമാണ്. 1899 ലക്നൗ സമ്മേളനം RC ദത്തായിരുന്നു പ്രസിഡന്റ്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം. ഇനി 1900 ലാഹോർ സമ്മേളനം NG ചന്ദ്രാവർക്കറാണ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 20ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ്. 20ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് NG ചന്ദ്രാവർക്കർ. 1901 കൽക്കട്ട സമ്മേളനം ദിൻഷാ ഇ വാച്ചയായിരുന്നു. 1901 അത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ്. ദിൻഷാ ഇ വാച്ച പ്രസിഡന്റ് ആയിട്ടിരുന്ന 1901 കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം കൽക്കട്ട സമ്മേളനം. 1904 ബോംബെ സമ്മേളനം ഹെൻറി കോട്ടൺ ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റായ 4ാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. 1905 ബനാറസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. ബനാറസ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനമാണ്. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. 1905 സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനം. 1906 കൽക്കട്ട സമ്മേളനം ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ഈ ഒരു സമ്മേളനം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1906 കൽക്കട്ട സമ്മേളനം ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിട്ടിരുന്നത്. ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. 1886 93 906. പിന്നെ അടുത്തത് 1907 ഇമ്പോർട്ടൻ്റ് ആണ്. സൂററ്റ് ഗുജറാത്തിലെ സൂററ്റ് ആണ് സ്ഥലം. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പ് സൂററ്റ് പിളർപ്പ് ആയിരുന്നു. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞത് ഈ ഒരു സമ്മേളനത്തിലായിരുന്നു. ഇനി 1908 മദ്രാസ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. 1908 മദ്രാസ് സമ്മേളനം ഒരു ഔദ്യോഗിക ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനമായിരുന്നു. 2 പ്രാവശ്യം തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു.
ഇനി 1909 ലാഹോർ സമ്മേളനം. മദൻ മോഹൻ മാളവ്യ ആയിരുന്നു പ്രസിഡന്റ് 1909 ലാഹോർ സമ്മേളനത്തിൽ. 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് ആയിട്ടിരുന്നത്. 1911 കൽക്കട്ട സമ്മേളനം. BN ധർണ ആയിരുന്നു പ്രസിഡന്റ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. 1912 ബങ്കിപ്പൂർ ബീഹാറിലെ RN മധോൽക്കർ ആണ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ബങ്കിംഗ്പൂർ സമ്മേളനം. 1912 ബങ്കിംഗ്പൂർ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനം. AC മജുംദാറാണ്. തീവ്ര ദേശീയവാദികളും മിതവാദികളും യോജിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇരു കൂട്ടരും സംയുക്ത സമ്മേളനം നടത്തുകയും ലക്നൗ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടി. ലക്നൗ സമ്മേളനം 1916 ഇമ്പോർട്ടൻ്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനം. ആനി ബെസൻ്റ് ആയിരുന്നു പ്രസിഡന്റ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബെസൻ്റ് ആണ്. 1919 അമൃത്സർ. മോത്തിലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം ആണ് 1919 മോത്തിലാൽ നെഹ്റു പ്രസിഡന്റായിട്ടിരുന്ന അമൃത്സർ സമ്മേളനത്തിൽ അല്ലേ. 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം. ലാലാ ലജ്പത് റായ് ആയിരുന്നു പ്രസിഡന്റ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രമേയം അവതരിപ്പിച്ചു. 1920 നാഗ്പൂർ സമ്മേളനം. രാഘവാചാര്യർ ആയിരുന്നു. കോൺഗ്രസ് പുതിയ ഭരണഘടന നിലവിൽ വന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. പ്രമേയം പാസാക്കി. ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1921 അഹമ്മദാബാദ്. CR ദാസ്, ഹക്കീം അജ്മൽ ഖാൻ. CR ദാസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ജയിലിലായിരുന്നതിനാൽ ഹക്കീം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ഇരുന്ന ഒരു സമ്മേളനമായിരുന്നു അഹമ്മദാബാദ് 1921 സമരം എന്നുള്ളത്. ഇനി സൂററ്റ് 1907 അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പിക്ക് മാറിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് വായിച്ചു നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപരാഷ്ട്രപതി എന്നുള്ള ആ ഒരു ഭാഗമാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിമാരൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വരുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി ആണ് ഉപരാഷ്ട്രപതിക്കാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ: ഭാരത പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാകരുത്. ഇനി ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ: രാജ്യസഭാ സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കുക, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുക. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. ഒരു ദിവസം മുന്നിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നത് ഹമീദ് അൻസാരി ആയിരുന്നു. 3652 ദിവസം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 3651 ദിവസം. ഏറ്റവും കുറച്ചുകാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നത് VV ഗിരിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുത്തണി. ഇനി പ്രധാനമന്ത്രിയാണ് നോക്കാൻ പോകുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യാഥാർത്ഥ്യത്തിൽ വിനിയോഗിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ളവർ, സഹമന്ത്രിമാരും ഉപമന്ത്രിമാരുമാണ്.
ഇനി ക്യാബിനറ്റ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. സഹമന്ത്രിമാരെ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാരെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഭരണഘടനയനുസരിച്ച് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാവുന്നതാണ്. പാർലമെന്റിൽ ഇരു സഭകളിലും അംഗമല്ലാത്ത വ്യക്തിയെയും പ്രധാനമന്ത്രിയായി നിയമിക്കാവുന്നതാണ്. എന്നാൽ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് പ്രസിഡന്റ് നിയമിക്കുന്നത്. ആർട്ടിക്കിൾ 75 അനുസരിച്ചാണ് പ്രധാനമന്ത്രി നിയമിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. മന്ത്രിസഭാംഗങ്ങൾക്ക് ആരെല്ലാമാണെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അവരുടെ വകുപ്പുകളും പദവികളും ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളിലെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരസ്, തുല്യരിൽ ഒന്നാമൻ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് മോർലിയാണ്. ചോദ്യം പലത്, ഉത്തരം പ്രധാനമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. കേന്ദ്രത്തിലെ കാവൽ മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ വികസന കൗൺസിലിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി 7 ലോക് കല്യാൺ മാർഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ: ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ സൈക്കോളജിയാണ് നോക്കാൻ പോകുന്നത്. വികാസ തലങ്ങൾ, വികാസ ഘട്ടങ്ങൾ എന്നുള്ള ഭാഗമാണ്. ശാരീരിക വികസനമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. മനഃശാസ്ത്രജ്ഞർ വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായ ചില സവിശേഷതകൾ പുലർത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ജനനപൂർവ്വഘട്ടം ആദ്യത്തേത്. ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന സുപ്രധാന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. ഗർഭധാരണം തൊട്ട് ജനന സമയം വരെയുള്ള 280 ദിവസമാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ ശിശുവിൻ്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ. ഇനി വികാസഘട്ടങ്ങളും ഏകദേശ പ്രായപരിധിയുമാണ്. പ്രാഗ്ജന്മം, ജനനപൂർവ്വഘട്ടം, ബീജാങ്കുരണഘട്ടം, ജീവസ്ഫുരണഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. അപ്പോൾ ബീജാങ്കുരണഘട്ടം, ജീവസ്ഫുരണഘട്ടത്തിൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഇനി ഭ്രൂണഘട്ടം എന്ന് പറയുന്നത് 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെയാണ്. ഗർഭഘട്ടം 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള ഘട്ടമാണ്. ഇനി ജനനാന്തര ഘട്ടമാണ് ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ 2-3 വയസ്സ് വരെയാണ് ശൈശവം. ബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 12 വയസ്സ് വരെയാണ്. ആദ്യ ബാല്യം എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയും, മധ്യബാല്യം എന്ന് പറയുന്നത് 6 മുതൽ 9 വയസ്സ് വരെയും, അന്ത്യബാല്യം 9 മുതൽ 12 വയസ്സ് വരെയുമാണ്. കൗമാരം 12 മുതൽ 18 to 20 വരെയാണ്. യൗവനം 20 മുതൽ 50 വയസ്സ് വരെയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷമാണ്. അടുത്തത് ശൈശവമാണ്. ശിശു പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുകയും സ്വാശ്രയ ജീവിതത്തിനുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ശൈശവം. ജനനം മുതൽ ആദ്യത്തെ 3 വർഷം ശൈശവമാണ്. ജനനം മുതൽ ആദ്യത്തെ 2 ആഴ്ച അറിയപ്പെടുന്നത് നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടമാണ്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ബേബിഹുഡ് പീരീഡ് എന്നറിയപ്പെടുന്നത്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ബേബിഹുഡ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ശൈശവത്തിലെ വികസനങ്ങൾ.
കായിക വികസനം ദ്രുതഗതിയിൽ നടക്കുകയും ശരീരധർമ്മങ്ങൾ നിയന്ത്രിക്കുകയും സ്ഥിരവും ആകുന്ന വികസന ഘട്ടമാണ് കായികവും ചാലകശേഷിപരവുമായ വികസനം. തുടക്കത്തിൽ കരച്ചിൽ, പിൽക്കാലത്ത് ആനന്ദം, അസ്വസ്ഥ്യം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന വികാസഘട്ടം വൈകാരിക വികസനം. ശിശുവിൻ്റെ ആദ്യത്തെ വൈകാരിക വികസനം കരച്ചിലാണ്. 1 മാസം മുതൽ 3 വർഷം വരെ ശാരീരിക വികസനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിക്കുന്ന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്ന വികസന ഘട്ടം ബൗദ്ധിക വികസന ഘട്ടം. ശിശുവിനെ ആദ്യമായി സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നത് അമ്മയാണ്. ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോടെ കുട്ടി മറ്റു ശിശുക്കളുമായി സമ്പർക്കം പുലർത്തുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സന്മാർഗികവുമായ വികസനം. 10 മാസത്തിൽ ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുന്ന കുട്ടി 1 വയസ്സാകുന്നതോടെ 3-4 വാക്ക് ഉച്ചരിക്കുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം. ഭാഷാ വികസനവുമായി സഹബന്ധം പുലർത്തുന്നതാണ് ബുദ്ധി. ശൈശവത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ: എപ്പോഴും പ്രവർത്തന നിരതനാകുവാനുള്ള താൽപ്പര്യം, അനുകരണ വാസന, ജിജ്ഞാസ, ചലനാത്മകത, ആശ്രിതത്വം, ദ്രുതഗതിയിലുള്ള വളർച്ച, ഭാഷാശേഷി വികാസം ആരംഭിക്കുന്നു. സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം, അഹം കേന്ദ്രീകൃത ചിന്ത, ഞാൻ എൻ്റേത് എന്ന ചിന്താഗതി, ഭാവനാ ലോകത്തിൽ വിഹരിക്കുവാനുള്ള താൽപ്പര്യം, ഒരു വികാരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം, ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധങ്ങൾ, ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത, വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കളികളോടുള്ള ഇഷ്ടം, ശ്രദ്ധാദൈർഘ്യക്കുറവ്, അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ഇനി ബാല്യമാണ് പഠിക്കാൻ പോകുന്നത്. ബാല്യത്തെ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആദിബാല്യം, 6 മുതൽ 9 വയസ്സ് വരെയുള്ള മധ്യബാല്യം, 9 മുതൽ 12 വയസ്സ് വരെയുള്ള അന്ത്യബാല്യം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ആദ്യബാല്യം നോക്കാം. കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന വികസന കാലമാണ് ആദ്യബാല്യം. കുട്ടികൾ ശാഠ്യവും പിടിവാശിയും പ്രകടിപ്പിക്കുന്ന വികസന തലമാണ് ആദ്യബാല്യം. ആദ്യബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധ പൂർവ്വകാലം എന്നാണ്. സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും പങ്കുവഹിക്കുന്ന വികസന കാലമാണ് ആദ്യബാല്യം. സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും പങ്കുവഹിക്കുന്നു. ആദ്യബാല്യത്തിൻ്റെ കുട്ടിയുടെ പ്രകൃതവും സവിശേഷതകളും: ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിൽ താൽപ്പര്യം കാണിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണിത്. ശാരീരികവും ജൈവപരവുമായിട്ടുള്ള ആവശ്യങ്ങൾ അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു. ജന്തുകഥകൾ, താളപ്രധാനമായിട്ടുള്ള ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കുവാനും അവയിൽ സചേതനത്വം, ജീവനുണ്ട് എന്ന ബോധം ആരോപിച്ച് പെരുമാറാനും ശ്രമിക്കുന്നു. അനുകരണ വാസന പ്രകടിപ്പിക്കുന്നു. കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്നു. മാറിമറിയുന്ന വൈകാരിക പ്രകടനം. മധ്യബാല്യം ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ശക്തവും വൈവിധ്യവുമാർന്ന പ്രവർത്തിക്കുന്ന വികസന ഘട്ടമാണ് കായികവും ചാലകശേഷിപരവുമായ വികസനം. മധ്യബാല്യത്തിൽ ദ്രുതഗതിയിലുള്ള പരിപക്വനവും പേശി വികസനവും നടക്കുന്നതിനാൽ കുട്ടി ആർജിക്കുന്നത് കായിക നൈപുണികളാണ്. ശിശു തൻ്റെ വൈകാരിക വ്യവഹാരം ലജ്ജ, ഉത്കണ്ഠ, ഈർഷ്യ, പ്രതീക്ഷ, നിരാശ, പ്രിയം എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം. വികാര പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതും വിധേയത്വവും അധീശത്വവും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതുമായ വികസന ഘട്ടമാണ് വൈകാരിക വികസനം. വികാരങ്ങൾ തീവ്ര വികാരങ്ങളായി രൂപപ്പെടുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം. വൈകാരിക വികസന കാലഘട്ടം അറിയപ്പെടുന്നത് ആത്മരതിയുടെ കാലഘട്ടം എന്നാണ്. സമീപസ്ഥ പരിസ്ഥിതിയുടെ നിരവധി അനുഭവങ്ങൾ കുട്ടിക്കുണ്ടാകുന്നതും അതിലൂടെ ഒട്ടേറെ വിജ്ഞാനം ആർജിക്കുന്നതുമായ വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. കളിയിലൂടെ, വായനയിലൂടെയും എഴുത്തിൻ്റെയും ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ബൗദ്ധിക വികസന കാലഘട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ: ജിജ്ഞാസ, നിർമ്മാണപരത, ശേഖരണ പ്രവണത, കളിയിലുണ്ടാകുന്ന ആന്തരിക താൽപ്പര്യം. അനുകരണങ്ങളിലും യഥാർത്ഥ സങ്കല്പങ്ങളിലും കുട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്ന ബൗദ്ധിക വികസനം അറിയപ്പെടുന്നത് ഭാവനയുടെ കാലം. കുട്ടിയുടെ ആദ്യത്തെ സാമൂഹിക വ്യവഹാര മേഖലയാണ് കുടുംബം എന്ന് പറയുന്നത്. ഇനി കുട്ടി കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സന്മാർഗികവുമായ വികസനം. കുട്ടി സഹകരണവും അനുകമ്പയും സാമൂഹിക അംഗീകാരവും കലശവും കളിയാക്കലും വഴക്കടിക്കലും ശത്രുതയുമെല്ലാം ഉൾപ്പെടെ സങ്കീർണമായ സാമൂഹിക വ്യവഹാര ശൈലി ആർജിക്കുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സന്മാർഗികവുമായ വികസനം. കുട്ടിയുടെ പദാവലി വളരെ പെട്ടെന്ന് വികസിക്കുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം. അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും നിർമ്മിക്കുകയും ആശയവിനിമയം വേഗത്തിൽ നടത്താനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം.
മധ്യബാല്യത്തിലെ പ്രകൃതവും സവിശേഷതകളും നോക്കാം. യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. യുക്തിപരമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കുവാനും സാധിക്കുന്നു. വീരകഥകളും ജന്തുകഥകളും ഇഷ്ടപ്പെടുന്നതോടൊപ്പം ഫലിതബോധമുള്ള സന്ദർഭങ്ങളെയും ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്നു. സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു. യഥാർത്ഥ ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു. സങ്കല്പ ലോകത്തു നിന്നും ഏറെക്കുറെ വിടുതൽ വാങ്ങുന്നുവെന്നു പറയാം. അന്ത്യബാല്യം. പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സൗഹൃദത്തിനും സഹകരണത്തിനും കുട്ടി പ്രാധാന്യം നൽകുന്ന കാലമാണ്. സംഘബന്ധങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്ന കാലഘട്ടം. സമവയസ്കരിൽ നിന്നുള്ള സ്വീകരണം, അവരുടെ സംഘത്തിലെ അംഗത്വം തുടങ്ങിയവയ്ക്കാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾ മുഖ്യമായും പരിഗണന നൽകുന്നത്. സംഘത്തിൻ്റെ മാനദണ്ഡങ്ങൾ സ്വമനസാലെ കുട്ടികൾ സ്വീകരിക്കുന്ന കാലഘട്ടമാണ് പൊരുത്തപ്പെടലിൻ്റെ കാലം. വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലമാണ്. ലൈംഗിക മേഖലയൊഴികെ മറ്റെല്ലാ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളിലും കുട്ടി പരിപക്വനം ആർജിക്കുന്ന കാലമാണ്. അന്ത്യബാല്യത്തിലെ പ്രാകൃതവും സവിശേഷതകളും. സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു. പഠനത്തിലും കളികളിലും മത്സരബോധം വർദ്ധിക്കുന്നു. വിമർശന ബുദ്ധിയോടു കൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. വീരാരാധന പ്രബലമാകുന്നു. കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. സമപ്രായ സംഘ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. ശാസ്ത്രീയ ചിന്തയും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടും വളരുന്നു. ഭാഷാശേഷിയിൽ നിപുണത, വൈദഗ്ധ്യം നേടുന്നു. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനങ്ങൾ. ഇനി കുറച്ച് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. താഴെ പറയുന്നവയിൽ പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളുടെ പൊതുപ്രാകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. അനുകരണവാസന, ശ്രദ്ധ, ദൈർഘ്യക്കുറവ്, ഭാവനാ ലോകത്തു നിന്നും വിട്ടുനിൽക്കൽ, ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. അതിൽ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഭാവനാ ലോകത്തു നിന്നും വിട്ടുനിൽക്കൽ. ഇനി തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിന് ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണ് 3 വയസ്സുകാരാണ്. 3 വയസ്സുകാരാണ് ഇത്തരം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പ്രീ സ്കൂൾ തലത്തിൽ ശിശുക്കളിൽ ശാരീരിക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. ചിത്രം വര, പാട്ടുപാടി കളിക്കൽ, കഥ ആസ്വദിക്കൽ, നിറം കൊടുക്കൽ. കഥ ആസ്വദിക്കലാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങളുടെ ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും ഏതു ഘട്ടത്തിലുള്ള ശിശുവിന് കൊടുക്കാവുന്നത്. 4 വയസ്സുകാർക്കാണ് അത് കൊടുക്കാവുന്നത്. ഇനി ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെൻറ്റൽ ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്. വിസർജന പ്രക്രിയകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൗമാരക്കാരെ കുറിച്ചിട്ടാണ്. അത് ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കൗമാരമാണ്. യൗവനാരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലമാണ് കൗമാരം. ജീവിതത്തിൻ്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലമാണ് കൗമാരം. പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും തന്മൂലം ചിന്താകുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും മോഹഭംഗങ്ങളും അരക്ഷിത ബോധവും ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ് കൗമാരം. കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം എന്ന് ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം എന്നും പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻലി ഹള്ളാണ്. അപ്പോൾ കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? സ്റ്റാൻലി ഹള്ളാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേട്ടറ്റിനും LP UPക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലഘട്ടമാണ്. ഇനി ബാല്യത്തിൽ നിന്നും പ്രായപൂർത്തിയിലേക്കുള്ള ഘട്ടത്തിൽ ശാരീരികമായ ഗുണവിശേഷങ്ങളിൽ മാത്രമല്ല സാമൂഹികവും വൈകാരികവുമായുള്ള മാനസികമായ തലങ്ങളിലും മാറ്റമുണ്ടാകുന്ന കാലം അറിയപ്പെടുന്നത് പരിവർത്തനത്തിൻ്റെ കാലം ആണ്. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടമാണ് കൗമാരം. കൗമാരക്കാർ സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാലമാണിത്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആവാതെ വരുമ്പോൾ പലരും ലഹരിക്ക് അടിമപ്പെടുന്നു. പോളിംഗ് വർത്ത് ഈ കാലത്തെ വിശേഷിപ്പിച്ചത് ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്നാണ്. കൗമാരത്തിലെ വികസനങ്ങൾ. ശാരീരിക വികസനം അതിവേഗത്തിലാവുകയും അന്തിമ രൂപം കൈവരിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് കായിക ചാലകശേഷി പരമായുള്ള വികസനം. അമിതമായ ആത്മവിശ്വാസം കാണിക്കുകയും ലൈംഗിക വ്യക്തിത്വം രൂപം കൊള്ളുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം. കൗമാരത്തിലെ വൈകാരിക വികസന ഘട്ടത്തിൻ്റെ പ്രത്യേകത ഉത്കണ്ഠ, ഭയം, സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങൾ തീക്ഷ്ണമാകുന്നു. ശ്രദ്ധയുടെ വ്യാപ്തി ഏറുന്നതും ഗ്രഹണത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതുമായ സ്മരണയുടെ പ്രവർത്തനം കൂർമ്മമാകുന്നതും താൽപ്പര്യങ്ങളുടെ മേഖല വിപുലമാകുന്നതുമായ കൗമാര വികസന കാലമാണ് ബൗദ്ധിക വികസനം. കൗമാര വികസന കാലത്ത് വികസിക്കുന്ന ബൗദ്ധിക ശേഷികളാണ് നിരൂപണാത്മക ചിന്തനം, യുക്തിചിന്തനം, ഗുണാത്മക യുക്തിചിന്തനം, അമൂർത്ത ചിന്തനം.
ഉയർന്ന സാമൂഹ്യ ബോധം വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഉത്സുകരായിരിക്കുക എന്നിവ പ്രകടമാകുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സന്മാർഗികവുമായ വികസനം. കൗമാരത്തിലെ സാമൂഹികവും സന്മാർഗികവുമായിട്ടുള്ള വികസനത്തിൻ്റെ സവിശേഷത സമവയസ്ക സംഘത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനം, സർഗപരതയുടെ വികാസം, നന്മതിന്മകൾ വേർതിരിച്ചറിയുവാനുള്ള ശേഷി എന്നിവ കൈവരിക്കുന്നു. പ്രായപൂർത്തി. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം പ്രായപൂർത്തിയാണ്. വ്യക്തികൾ ശേഷിയുള്ളതും സ്വതന്ത്രമായ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്നതുമായ കാലഘട്ടമാണ് പ്രായപൂർത്തി. ഇനി വാർദ്ധക്യമാണ്. കുട്ടിക്കാലത്തിൽ എന്ന പോലെ മറ്റുള്ളവരുടെ സ്നേഹിക്കപ്പെടുകയും കൗമാരകാലത്തിലെ ജീവിതം അർത്ഥപൂർണമാവുകയും ചെയ്യുന്ന കാലമാണ് വാർദ്ധക്യം. പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുന്ന വ്യക്തി മധ്യവയസ്സിലൂടെ വാർദ്ധക്യത്തിൽ എത്തുന്നു. അപ്പോൾ ഇത്രയുമാണ് സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി അഡീഷൻ ബലമാണ്. നമ്മൾ ഫിസിക്സിലെ അഡീഷൻ കൊഹിഷൻ ബലങ്ങളാണ് ഇന്ന് നോക്കുന്നത്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ ബലം. വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡീഷൻ ബലം എന്ന് പറയുന്നു. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡീഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡീഷൻ ബലമാണ്. ചോക്ക് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണം അഡീഷൻ ബലമാണ്. ഈർക്കിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അതിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണം അഡീഷൻ ബലമാണ്. ഈർക്കിൽ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ അഡീഷൻ ബലമാണ്. വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതിന് കാരണം അഡീഷൻ ബലമാണ്. വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിന് കാരണം അഡീഷൻ ബലമാണ്. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടെ നനക്കുന്നത് അഡീഷൻ ബലത്തിന് ഉദാഹരണമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം എന്ന് പറയുന്നത് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ജലത്തുള്ളിയിലെ തന്മാത്രകൾ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കൊഹിഷൻ ബലമാണ്. കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറുകുഴലിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വം എന്ന് പറയുന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായും ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വ സ്വഭാവത്തിന് കാരണം പ്രതലബലം, അഡീഷൻ, കൊഹിഷൻ ബലങ്ങളാണ്. ഇനി കേശികത്വത്തിന് ഉദാഹരണങ്ങൾ: വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്, വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത്, ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്, ഉപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നത്, മഴക്കാലത്ത് ചുമരുകളിൽ നനവ് പടരുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, ഫൗണ്ടൻ പേന പ്രവർത്തിക്കുന്നത്. ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതാണ് കേശിക താഴ്ച. ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതാണ് കേശിക താഴ്ച. കൊഹിഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും. കൊഹിഷൻ ബലം അഡീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ചോദിച്ചാൽ അത് മെർക്കുറിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ ഒരു കുഴലിൽ ദ്രാവകം ഉയരുന്നതാണ് കേശിക ഉയർച്ച. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ ഒരു കുഴലിൽ ദ്രാവകം ഉയരുന്നതാണ് കേശിക ഉയർച്ച. അഡീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച കാണിക്കും. അഡീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച കാണിക്കും. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ജലമാണ്. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ജലമാണ്. കേശിക കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു. കേശിക കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു. ജലാംശം നിലനിർത്താൻ വേനൽക്കാലത്തിന് മുമ്പ് നിലം ഉഴുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേശിക ഉയർച്ച. ഇനി വിസ്കസ് ബലമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം അഥവാ ശ്വാനബലം. ശ്വാനബലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കുന്നതിനുള്ള ദ്രാവകത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയിസാണ്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയിസാണ്. പാസ്കൽ സെക്കൻഡ് പോയിസാണ്. വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്നും വിളിക്കുന്നു. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളാണ് സൂപ്പർ ഫ്ലൂയിഡുകൾ. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ് തേന്, ഗ്ലിസറിൻ, നെയ്യ്, ആവണക്കെണ്ണ. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ മണ്ണെണ്ണ, ജലം, പെട്രോൾ, സ്പിരിറ്റ്. വൈദ്യുതാഘാതം, താപനില, വിസ്കോസിറ്റി. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമ്മി ചൂടുപിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു.
ഇനി പ്രതലബലമാണ്. ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലത്തിൽ ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതിന് കാരണമാകുന്ന ബലമാണ് പ്രതലബലം. പ്രതലബലത്തിൻ്റെ ഉദാഹരണങ്ങൾ: പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്, ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങിക്കിടക്കുന്നത്. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതലബലം. ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രതലബലം. പ്രതലബലത്തിൻ്റെ അടിസ്ഥാനം ദ്രാവക തന്മാത്രകളുടെ കൊഹിഷനാണ്. ദ്രാവക തന്മാത്രകളുടെ കൊഹിഷനാണ് പ്രതലബലത്തിന് അടിസ്ഥാനം. പ്രതലബലം അനുഭവപ്പെടുന്നത് പ്രതലബലത്തിന് സമാന്തരമായിട്ടാണ്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതലത്തിലെ പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലാണ്. ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലാണ്. സോപ്പ് ലായനി സാധാരണ ജലത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം സോപ്പ് ലായനിക്ക് പ്രതലബലം കുറവായതിനാലാണ്. ബ്ലേഡ് പോലുള്ള വസ്തുക്കളെ ജലോപരിതലത്തിൽ താങ്ങി നിർത്തുന്നത് പ്രതലബലമാണ്. ഒരു ബ്രഷിൻ്റെ നാരുകൾ വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പ് വിടർന്നു നിൽക്കുന്നതായിട്ടും വെള്ളത്തിൽ മുക്കുമ്പോൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതായിട്ടും കാണപ്പെടാൻ കാരണം പ്രതലബലമാണ്. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ഇരിക്കാനും നടക്കുവാനും കഴിയുന്നതിന് കാരണം ജലത്തിൻ്റെ പ്രതലബലം തന്നെയാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ്. മഴക്കോട്ടുകൾ, ടെൻറ്റുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണം പ്രതലബലമാണ്. അപ്പം കോട്ടും ടെൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുണി വ്യത്യസ്തമായിട്ടുള്ളൊരു തുണിയാണ് അല്ലേ. അപ്പം അതിൽ നിന്നും വെള്ളം താഴേക്ക് ഉരുണ്ട് നീങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ലേ. അപ്പം അതാണ് ഈ പ്രതലബലം എന്ന് പറഞ്ഞാൽ. ഒരു ദ്രാവകത്തിൻ്റെ ചൂടാക്കുമ്പോൾ പ്രതലബലം കുറയുന്നു. ഇനി SCERT ക്വസ്റ്റ്യൻ ബോളാണ്. ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതിനുള്ള പ്രവണത കാണിക്കുന്നു. ഈ പ്രവണതയ്ക്ക് കാരണമായ പ്രതിഭാസം ഏത്? വിശദീകരിക്കുക. പ്രതലബലമാണ്. പ്രതലബലം മൂലം ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതല പരപ്പളവ് കുറയ്ക്കാൻ ശ്രമിക്കും. ഗോളാകൃതി ആകുമ്പോഴാണ് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറയുക. ജലത്തിൻ്റെ പ്രതലബലം എങ്ങനെ കുറയ്ക്കാൻ? സോപ്പ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രങ്ങൾ വേഗത്തിൽ വൃത്തിയാകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജലത്തിൻ്റെ കൂടിയ പ്രതലബലം കാരണം വസ്ത്രത്തിൻ്റെ അഴുക്കിനെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയില്ല. സോപ്പിന് പ്രതലബലം കുറയ്ക്കാൻ കഴിയും. അതിനാൽ വസ്ത്രങ്ങൾ വേഗത്തിൽ വൃത്തിയാകുന്നു. താഴെ കൊടുത്ത സന്ദർഭത്തിൽ അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നതും അതുപോലെ ഫില്ലർ ഉപയോഗിച്ച് മഷി നിറക്കുന്നതും ഈ താഴെ അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രോളിക് ചാക്ക്, ഹൈഡ്രോളിക് പ്രസ്, എക്സ്കവേറ്ററും ഹൈഡ്രോമീറ്ററും. അപ്പോൾ ഹൈഡ്രോമീറ്ററാണ് ഇതിൽ പെടാത്തത്. മറ്റുള്ളവ പാസ്കൽ നിയമത്തിൽ പ്രവർത്തിക്കുന്നു. ഇനി ഹൈഡ്രോമീറ്റർ പ്ലവന തത്വം, എക്സ്കവേറ്റർ ആണെങ്കിൽ ഡേഷാണ് കൊടുത്തിട്ടുള്ളത്. അത് പാസ്കൽ നിയമമാണ്. എക്സ്കവേറ്റർ പാസ്കൽ നിയമമാണ്. ഹൈഡ്രോമീറ്റർ പ്ലവന തത്വം അനുസരിച്ചിട്ടാണ്. വിസ്കസ് ദ്രാവകം തേനാണെങ്കിൽ മണ്ണെണ്ണ എന്താണെന്നാണ്? അത് മൊബൈൽ ദ്രാവകമാണ്. ഇനി ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ആപേക്ഷിക സാന്ദ്രത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ഹൈഡ്രോമീറ്ററിൻ്റെ തത്വം പ്ലവന തത്വമാണ്. ഒരേ മാസുള്ള ദ്രാവകത്തിൽ വ്യത്യസ്ത പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നതായി കണ്ടു. പ്ലവക്ഷമ ബലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ഒരു വസ്തുവിൽ ദ്രാവകം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? ദ്രാവകത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം അഥവാ വസ്തുവിൻ്റെ സാന്ദ്രത. ഇനി 800 ഗ്രാം മാസുള്ള ഒരു കല്ല് ഒരു ബീക്കറിലെ ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ 200 ഗ്രാം ജലത്തെ ആദേശം ചെയ്യുന്നുവെങ്കിൽ കല്ലിൻ്റെ ഭാരം എത്രയായിരിക്കും എന്നാണ്. ജലത്തിൽ കല്ലിൻ്റെ ഭാരമാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലവക്ഷമ ബലം 0.2 × 10 2n ആണ്. കല്ലിൻ്റെ ഭാരം എന്ന് പറയുന്നത് 0.8 × 10 8n ആണ്. ജലത്തിൽ കല്ലിൻ്റെ ഭാരം 8 - 2 6n ആയിരിക്കും. ഇനി കെമിസ്ട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ള ഭാഗമാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. ആസിഡുകളും ബേസുകളും നമ്മൾ പഠിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആസിഡുകളും ബേസുകളും ഒക്കെ നമ്മൾ നോക്കി തീർന്നതാണ്. ലോഹങ്ങൾ, ലോഹനിർമ്മാണം. അതിൽ രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ. രാസപ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ അല്ലേ.
ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി എന്നാണ് അറിയപ്പെടുന്നത്. മെറ്റലർജി, ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം മെറ്റലർജി. ലോഹത്തെ ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവം കാണിക്കുന്നു. ഇലക്ട്രോപോസിറ്റീവ് സ്വഭാവമാണ് ലോഹങ്ങൾ കാണിക്കുന്നത്. ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവാണ്. ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും. ലോഹങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റി പൊതുവെ കുറവാണ്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി പൊതുവെ കുറവാണ്. ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ഘടകം സ്വതന്ത്ര ഇലക്ട്രോണാണ്. ലോഹങ്ങളുടെ ചാലകത നിശ്ചയിക്കുന്ന ഘടകം സ്വതന്ത്ര ഇലക്ട്രോൺ. ഒരു ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പിയാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു ലോഹത്തെ വലിച്ചു നീട്ടിയിട്ട് നേർത്ത കമ്പികളാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. ഒരു ലോഹത്തെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലോഹത്തെ അടിച്ചു പരത്തിയിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത. അപ്പോൾ മാല ഉണ്ടാക്കണമെങ്കിൽ അത് കനം കുറഞ്ഞിട്ടുള്ള തകിടുകളാക്കണം അല്ലേ. അപ്പോൾ മാലിയബിലിറ്റി ഒരു ലോഹത്തെ അടിച്ച് പരത്തിയിട്ട് കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ അത് സ്വർണ്ണയാണ്. മാല ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണല്ലോ. ഇനി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ്. SCERT പാഠപുസ്തക പ്രകാരമാണ്. NCERT പാഠപുസ്തക പ്രകാരം ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഗോൾഡ് തന്നെയാണ്. ഏറ്റവും അധികം വലിച്ചു നീട്ടാവുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ആണ് ഏറ്റവും വലിച്ചു നീട്ടാവുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലോഹം. ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകത കാഠിന്യമാണ്. വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. വൈദ്യുത ബൾബുകളിൽ ഫിലമെൻ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ഫിലമെൻ്റായി ഉപയോഗിക്കാൻ കാരണമായിട്ടുള്ള ടങ്സ്റ്റണിൻ്റെ സവിശേഷതകൾ ഉയർന്ന ഡക്റ്റിലിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഉരക്കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് സീറിയം. ഉരക്കല്ലുകൾ, ഫ്ലിൻറ്റ് സ്റ്റോൺസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് സീറിയം. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്ത അവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്ത അവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വതന്ത്ര അവസ്ഥയിലാണ്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വതന്ത്ര അവസ്ഥയിലാണ്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം പ്ലാറ്റിനവും സ്വർണവുമാണ്. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം പ്ലാറ്റിനം, സ്വർണം. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹമാണ് ടങ്സ്റ്റൺ. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധലോഹം ടങ്സ്റ്റൺ ആണ്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതാകുന്ന സവിശേഷതയാണ് ലോഹദ്യുതി. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവ് താപചാലകത. താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. താപചാലകതയുടെ യൂണിറ്റ് Wm-1 K-1 ആണ്. വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ ആണ്. ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹം വെള്ളിയാണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം സിൽവർ ആണ്. താപചാലകത കൂടിയ മറ്റ് ലോഹങ്ങൾ അലൂമിനിയം, കോപ്പർ. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്താണ്. ആഹാരം പാകം ചെയ്യാൻ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ലോഹത്തിൻ്റെ സവിശേഷത താപചാലകതയാണ്. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി. ഈലത്താളം, മണികൾ തുടങ്ങിയവ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷത സൊണോറിറ്റിയാണ്. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ കഴിവാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. ലോഹങ്ങളുടെ പ്രത്യേകതകൾ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. 3422 ഡിഗ്രി സെൽഷ്യസ് PSC ഉത്തരസൂചിക പ്രകാരം. എന്നാൽ SCERTയിൽ 3414 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. 3414 ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കം ഉള്ള ലോഹം മെർക്കുറിയാണ്. -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം റിനിയമാണ്. ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറിയാണ്. ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹങ്ങളാണ് ഓസ്മിയവും ഇറിഡിയവും. ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയമാണ്. ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ലോഹം ക്രോമിയമാണ്. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം സീസിയമാണ്. ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം സീസിയം.
ഇനി കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹങ്ങളിൽ ടിന്ന്, ലെഡ് നിന്ന് അപദ്രവ്യമായ ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ എന്നിവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഉരുക്കി വേർതിരിക്കലാണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഇലക്ട്രോലിറ്റിക് റീഫൈനിങ് ആണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു. സോഡിയം പ്ലസ് ജലം, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നും രാസപ്രക്രിയ വഴിയാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ഇത്തരം പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ: സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം, ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ഒരു ധാതുവിൽ നിന്നും എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതു അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ ധാതുക്കളും അയിരുകളല്ല. അയിരിൻ്റെ മാലിന്യങ്ങളാണ് ഗ്യാങ്. അയിരിലെ മാലിന്യങ്ങൾ ഗ്യാങ് ആണ്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിൻ്റെ സ്വഭാവം ബേസിക് ആണ്. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിൻ്റെ സ്വഭാവം ബേസിക് ആണ്. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിൻ്റെ സ്വഭാവം അസിഡിക് ആയിരിക്കും. ഗ്യാങ് ഫ്ലക്സുമായി പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നം സ്ലാഗ് ആണ്. ഗ്യാങ് ഫ്ലക്സുമായിട്ട് പ്രവർത്തിച്ച് കിട്ടുന്ന ഉൽപ്പന്നം സ്ലാഗ്. ഗ്യാങ് പ്ലസ് ഫ്ലക്സ് ഈസിക്വൽ ടു സ്ലാഗ് ആണ്. സിലിക്ക ഒരു അസിഡിക് ഫ്ലക്സും ചുണ്ണാമ്പുകല്ല് ഒരു ബേസിക് ഫ്ലക്സുമാണ്. കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ, സില്ലിമനൈറ്റ്. കരമണലിൽ നിന്നും ലഭിക്കുന്ന ധാതു നിക്ഷേപമാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിൽ നിന്നും പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബയോളജിയിൽ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നയങ്ങളും ഉടമ്പടികളും എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നോക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള നയങ്ങളും ഉടമ്പടികളും. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നത് 1972 ജൂൺ 5 to 16 വരെ. സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനായിട്ട് ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടുത്തുവാൻ ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കാൻ നിർദ്ദേശിച്ച പ്രഖ്യാപനമാണ് നെയ്റോബി പ്രഖ്യാപനം. പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗൃഹ വാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നീ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് നടന്ന ഭൗമ ഉച്ചകോടിയാണ് റിയോ ഡി ജനീറോ 1992 ബ്രസീൽ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷൻ ഒപ്പുവെച്ചത് ഏത് ഉച്ചകോടിയിലാണ്? ഭൗമ ഉച്ചകോടി, റിയോ ഉച്ചകോടി. ഭൗമ ഉച്ചകോടിയിൽ ഒപ്പുവെച്ച 3 ഉടമ്പടികളാണ്: കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി, ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ചത് മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള ഉടമ്പടി. ലോക ഭൗമ ഉച്ചകോടിയിൽ തയ്യാറാക്കിയ പ്രാമാണിക രേഖയാണ് അജണ്ട 21. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിന് വേണ്ടി 1997 ഡിസംബർ 11 ജപ്പാനിൽ കോട്ടോയിൽ വെച്ച് രൂപീകരിച്ച ഉടമ്പടിയാണ് കോട്ടോ പ്രോട്ടോക്കോൾ. 2000 ജനുവരി 29 അംഗീകരിച്ച് 2003 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്ന അന്താരാഷ്ട്ര കരാറാണ് കാർട്ടജീന പ്രോട്ടോക്കോൾ. ആധുനിക ബയോടെക്നോളജിയുടെ ഫലമായി മാറ്റം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് സംബന്ധിച്ച് രാജ്യാന്തര കരാറാണ് കാർട്ടജീന പ്രോട്ടോക്കോൾ. പരിസ്ഥിതി സൗഹൃദവും സാമൂഹ്യ സൗഹൃദവുമായ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശുദ്ധജല സംരക്ഷണം, ശുചിത്വം, ജൈവ കൃഷി എന്നിവ പ്രധാന ലക്ഷ്യങ്ങളാക്കി സുസ്ഥിര വികസനത്തിനുള്ള ഉച്ചകോടി നടന്നത് 2002 ജോഹാന്നസ്ബർഗിലാണ്, ദക്ഷിണാഫ്രിക്ക. റിയോ +10 എന്നും അറിയപ്പെടുന്നത് സുസ്ഥിര വികസനത്തിനായുള്ള UN സമ്മേളനം 2002. റിയോ +20 എന്നും ഭൗമ ഉച്ചകോടി 2012 എന്നും അറിയപ്പെടുന്നത് സുസ്ഥിര വികസനത്തിനായുള്ള UN സമ്മേളനം 2012. 2010 ഒക്ടോബർ 29 ജപ്പാനിൽ നഗോയ അംഗീകരിച്ച് 2014 ഒക്ടോബർ 12 മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രോട്ടോക്കോളാണ് നഗോയ പ്രോട്ടോക്കോൾ. ഐചി ടാർഗറ്റുകൾ സ്വീകരിച്ചത് ഏത് കോൺഫറൻസിലാണ്? നഗോയ കോൺഫറൻസിൽ. ദേശാടന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും ആഗോള വേദിയിൽ നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിക ഉടമ്പടിയാണ് ബോൺ കൺവെൻഷൻ. നിലവിൽ വന്നത് 1983. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനമാണ് ഇന്ത്യയിൽ നടന്നത്.
2019 സെപ്റ്റംബർ 2-13 വരെ ഡൽഹിയിൽ. ചില അപകടകരമായ രാസവസ്തുക്കൾ അന്തർദേശീയമായി വ്യാപനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കൂട്ടുത്തരവാദിത്തങ്ങളും സഹകരണ ശ്രമങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഉടമ്പടിയാണ് റോട്ടർഡാം കോൺവെൻഷൻ 1998. രാജ്യങ്ങൾക്കിടയിലുള്ള അപകടകരമായ മാലിന്യങ്ങളുടെ കൈമാറ്റം കുറയ്ക്കുന്നതിനും പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ നിന്നും വികസ്വര രാജ്യങ്ങളിലേക്ക് മാലിന്യങ്ങൾ കൈമാറുന്നത് തടയുന്നതിനുമുള്ള രൂപീകരിച്ച ഉടമ്പടിയാണ് ബാസൽ കൺവെൻഷൻ. പ്രാബല്യത്തിൽ വന്നത് 1992 ബാസൽ കൺവെൻഷൻ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് ബാസൽ, സ്വിറ്റ്സർലാൻഡിലാണ്. അന്തരീക്ഷ ഊഷ്മാവിൽ വർധനവ് കുറച്ച് ആഗോള താപനത്തെ തടയുക, ഹരിതഗൃഹ വാതകത്തെ ബഹിർഗമനം കുറയ്ക്കുക എന്നീ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നടന്ന ഉടമ്പടിയാണ് കോപ്പൻഹേഗൻ ഉടമ്പടി. സ്ഥാവര കാർബണിക മാലിന്യകാരികളുടെ ഉൽപ്പാദനവും ഉപയോഗവും ഇല്ലാതാക്കുകയോ നിയന്ത്രിക്കുകയോ ലക്ഷ്യമാക്കിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. 2011 എൻഡോസൾഫാൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനും ആഗോളതലത്തിൽ നിരോധനം കൊണ്ടുവരുന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്റ്റോക്ക്ഹോം കൺവെൻഷനാണ്. ഓസോൺ വിനാശ പദാർത്ഥങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ വിനാശ പദാർത്ഥങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്. അപകടകരമായ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിനായി പ്ലാസ്മ ടെക്നോളജി ഉപയോഗിച്ച ആദ്യ വ്യവസായ സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കാൻ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന വാഹനമാണ് നിർബന്ധമായി പാലിക്കേണ്ട BS സ്റ്റാൻഡേർഡ്സ് ഏതാണ്? BS 6 ആണ്. റംസാർ കൺവെൻഷൻ നോക്കാം. വളരെയധികം പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് 1971 ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടു. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണ്ണമായിട്ടുള്ള വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷം 1971 ഫെബ്രുവരി 2. റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1975. റംസാർ ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം 75. അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ റംസാർ സൈറ്റുകൾ. കേരളത്തിലെ ശാസ്താംകോട്ട തടാകം, 2002 വേമ്പാട് കോൾ തണ്ണീർത്തടം, 2002 അഷ്ടമുടി കോൾ തണ്ണീർത്തടം, 2002. അപ്പം ശാസ്താംകോട്ട തടാകം, വേമ്പാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കോൾ തണ്ണീർത്തടം. മോൺട്രക്സ് റെക്കോർഡ് എന്താണെന്ന് നോക്കാം. മനുഷ്യ ഇടപെടൽ മൂലമോ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൻ്റെ ഫലമായോ പാരിസ്ഥിതിക സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ സംഭവിക്കാനിടയുള്ളതോ ആയ റംസാർ സൈറ്റിൻ്റെ പട്ടികയാണ് മോൺട്രക്സ് റെക്കോർഡ്. ഇന്ത്യയിൽ നിന്നും മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെട്ട പട്ടിക ലോക്തക് തടാകം മണിപ്പൂർ, കിയോലാദിയോ ദേശീയോദ്യാനം രാജസ്ഥാൻ, ചിൽക്ക തടാകം ഉൾപ്പെട്ടിരുന്നുവെങ്കിലും 2000 ഒഴിവാക്കപ്പെട്ടു. വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ട്രാഫിക്. അപ്പോൾ ഇത്രയുമാണ് ബയോളജിയിൽ നിന്നും നമ്മളിന്ന് പഠിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ക്രിയാവിഭാഗം, മലയാളത്തിലെ ക്രിയാവിഭാഗമാണ് നോക്കാം. പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ. ഇതിന് കൃതി എന്നും വിന എന്നും ആഖ്യാതം എന്നും പേരുകൾ ഉണ്ട്. സ്ഥിതിയെ അഥവാ അവസ്ഥ കുറിക്കുന്നതും ക്രിയ ശബ്ദം തന്നെയാണ്. തിന്നുന്നു, ഓടുന്നു, കുതിക്കുന്നു. തിന്നുന്നു, ഓടുന്നു, കുതിക്കുന്നു ഇവ പ്രവൃത്തികളെ കുറിക്കുന്നത് ഉദാഹരണമാണ്. ഉണ്ട്, ആകുന്നു എന്നിവ സ്ഥിതി അഥവാ അവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. അപ്പം ക്രിയാവിഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ സകർമ്മകവും അകർമ്മകവും ഉണ്ട്. സകർമ്മകവും അകർമ്മകയുമുണ്ട്. ഒരു ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങളിൽ ഒന്നിന് ഉത്തരം നൽകാൻ കഴിയുന്നുവെങ്കിൽ ആ ക്രിയ സകർമ്മകം ഇല്ലെങ്കിൽ അകർമ്മകമാണ്. അപ്പം ആരെ, എന്തിനെ എന്ന് ഉത്തരം നൽകാൻ കഴിയുന്നതാണെങ്കിൽ അത് സകർമ്മകമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് അകർമ്മകമാണ് എന്ന് മനസ്സിലായി. അതിൽ ഉദാഹരണം അവൻ അടിച്ചു, ഇവിടെ, ആരെ അടിച്ചു, അപ്പം എന്തിനെ അടിച്ചു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അതിനാൽ അത് സകർമ്മക ക്രിയയാണെന്ന് മനസ്സിലാക്കാം. ഇനി സകർമ്മക ക്രിയ എന്നാൽ കർമ്മം ഉള്ള ക്രിയ എന്നാണ് അർത്ഥം. കർമ്മം ഉള്ള ക്രിയയാണ് സകർമ്മക ക്രിയ. ക്രിയയെ പ്രധാനമായിട്ടും 4 വിധത്തിൽ തിരിക്കുന്നുണ്ട്. സകർമ്മകം, അകർമ്മകം. അർത്ഥം പ്രമാണിച്ചിട്ടാണ്. കേവലം പ്രയോജകം, പ്രകൃതി പ്രമാണിച്ചിട്ട്. കാരിതം അകാരിതമാണെങ്കിൽ രൂപം പ്രമാണിച്ചിട്ട്. കാരിതം അകാരിതം രൂപം പ്രമാണിച്ച്. മുറ്റുവിന പറ്റുവിന പ്രാധാന്യം പ്രമാണിച്ചിട്ട്. ഇനി മറ്റൊരു ഉദാഹരണം, അവൻ കിടക്കുന്നു. ഈ വാചകത്തിൽ ആരെ കിടക്കുന്നു, എന്തിനെ കിടക്കുന്നു എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കില്ല. അതിനാൽ അത് അകർമ്മക ക്രിയയാണെന്ന് മനസ്സിലാക്കാം. അകർമ്മക ക്രിയ എന്നാൽ കർമ്മം ഇല്ലാത്ത ക്രിയ എന്ന് ആണ് അർത്ഥം. സകർമ്മകത്തിന് ഉദാഹരണം അടിക്കുക, ഇടിക്കുക, ചവിട്ടുക, കടിക്കുക, കൊല്ലുക. ഇതിനൊക്കെ ആരെ, എന്തിനെ എന്ന് ഉത്തരം ലഭിക്കുന്നവയാണല്ലോ.
അപ്പോൾ അതെല്ലാം സകർമ്മക ക്രിയക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അകർമ്മകത്തിന് ഉദാഹരണമാണെങ്കിൽ ഇരിക്കുക, ഓടുക, ചാടുക, ഉറങ്ങുക. അതൊക്കെ ആരെ, എന്തിനെ എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇരിക്കുക, ഓടുക, ചാടുക, ഉറങ്ങുക അകർമ്മകത്തിന് ഉദാഹരണമാണ്. ഇനി കേവലം പ്രയോജകമാണ്. പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്ന ക്രിയയാണ് കേവലക്രിയ. അപ്പം ഒരാളുടെ പ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്ന ക്രിയയാണ് കേവലക്രിയ. എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു. ഇനി പരപ്രേരണയോട് കൂടിയ ക്രിയയാണ് പ്രയോജക ക്രിയ. പ്രയോജക ക്രിയ എന്ന് പറയുന്നത് പരപ്രേരണയോട് കൂടിയ ക്രിയയാണ്. അതിൻ്റെ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. ഓടിക്കുക, കാണിക്കുക, എഴുതിക്കുക, പറയിക്കുക. അപ്പോൾ കേവലത്തിൽ നനയുന്നു എന്നാണെങ്കിൽ പ്രയോജകത്തിൽ നനയ്ക്കുന്നു എന്നാണ്. പഠിക്കുന്നു എന്നാണെങ്കിൽ പഠിപ്പിക്കുന്നു എന്നാണ്. താഴുന്നു എന്നാണെങ്കിൽ താഴ്ത്തുന്നു എന്നാണ് പ്രയോജകത്തിൽ. നടക്കുന്നു എന്നാണെങ്കിൽ നടത്തുന്നു എന്നാണ് പ്രയോജകത്തിൽ വരിക. ഇനി കാരിതം അകാരിതമാണ്. കാരിതം അകാരിതത്തിലെ കേവലക്രിയയിൽ കു ഉള്ളത് കാരിതമാണ്, കു ഇല്ലാത്തത് അകാരിതവുമാണ്. കാരിതങ്ങൾക്ക് ഉദാഹരണം പറക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു. അതൊക്കെ കാരിതമാണ്. അകാരിത ക്രിയക്ക് ഉദാഹരണം പാടുന്നു, ഓടുന്നു, തിന്നുന്നു, നനയുന്നു, പറയുന്നു. അതിലൊന്നും കു ഇല്ലാത്തത് കൊണ്ട് അത് അകാരിത ക്രിയയാണ്. അത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. കാരിത ക്രിയ എന്ന് പറഞ്ഞാൽ കുളിക്കുന്നു, കു ഉള്ളതാണ്. അകാരിത ക്രിയ എന്ന് പറഞ്ഞാൽ പാടുന്നു, അപ്പം കു ഇല്ലാത്തത്. ഇനി മുറ്റുവിനയും പറ്റുവിനയുമാണ്. മുറ്റുവിനയുടെ മറ്റൊരു പേരാണ് കരോതി കൃതി, പറ്റുവിന കൂർവത് കൃതി. അപ്പോൾ മുറ്റിയത് അല്ലെങ്കിൽ പൂർണ്ണമായത് എന്നർത്ഥം. മുറ്റിയ പൂർണ്ണമായ വിനയാണ് മുറ്റുവിന അഥവാ പൂർണ്ണക്രിയ. ഇപ്പം രാജു പഠിക്കുന്നു എന്നത് മറ്റൊരു പദത്തിനും കീഴടങ്ങാതെ പ്രധാനമായിട്ട് നിൽക്കുന്ന വിനയാണ്. അതിനാൽ അത് പൂർണ്ണക്രിയ അഥവാ മുറ്റുവിന, അർത്ഥപൂർണതയുള്ള ക്രിയാരൂപമാണ് മുറ്റുവിന. ഇതിനെ AR കരോതി കൃതി എന്നും പറയുന്നുണ്ട്. ഉദാഹരണം കണ്ടു, പറഞ്ഞു, പോയി, വന്നു. ഇതൊക്കെ മുറ്റുവിനകളാണ്. ഇനി നാമത്തെയോ ക്രിയയെയോ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പറ്റുവിന എന്ന് വിളിക്കുന്നത്. അതായത് പറ്റുപദങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുന്ന ക്രിയയാണ്. ഇതിനെ AR പൂർവ്വത കൃതി എന്ന് പറയുന്നു. ഉദാഹരണം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടിക്കയറാൻ ശ്രമിച്ചയാൾ വീണു മരിച്ചു. അപ്പം മരിച്ചു എന്നത് പൂർണ്ണക്രിയയാണ്. എന്നാൽ ഓടി, ചാടി, കയറാൻ, വീണു എന്നീ ക്രിയകളെല്ലാം മരിച്ചു എന്ന മുറ്റുവിനയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഉദാഹരണം എഴുതുന്ന എന്ന് പറയുമ്പം അത് പൂർണ്ണമല്ല, അത് പറ്റുവിനയാണ്. കണ്ട, പറഞ്ഞ, പോയ, വന്ന ഇവയെല്ലാം അപൂർണ ക്രിയകളാണ്. അതിനാൽ അതെല്ലാം പറ്റുവിനകളാണ്. പറ്റുവിനയെ പേരച്ചമെന്നും വിനയച്ചമെന്നും വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പേരച്ചം എന്ന് പറഞ്ഞാൽ എച്ചം എന്നാൽ അംഗം എന്നർത്ഥം. പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയെ പേരച്ചം എന്ന് വിളിക്കുന്നു. പേരിനോട് ചേർന്ന് നിൽക്കുന്ന വിനയാണ് പേരച്ചം. പേരച്ചത്തെ നാമാങ്കം എന്നും വിളിക്കുന്നുണ്ട്. അപ്പം നാമാങ്കം എന്ന് പറഞ്ഞാൽ എന്താ? നാമം എന്ന് പറഞ്ഞാൽ പേരാണല്ലോ. അപ്പം നാമാങ്കം എന്നും വിളിക്കുന്നുണ്ട്. ഉദാഹരണം ചിരിക്കുന്ന കുഞ്ഞ്, ഓടുന്ന വണ്ടി, പാടുന്ന രാഗി, വിടരുന്ന പൂവ്, പഠിക്കുന്ന കുട്ടി. പേരച്ചം പേരിനോട് ഒത്തുചേർന്ന് നിൽക്കുന്നതാണ് പേരച്ചം. ഇനി വിനയച്ചമാണെങ്കിൽ വിന എന്നത് കൃതി എന്നർത്ഥം. ഒരു പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. അല്ലെങ്കിൽ പൂർണ്ണക്രിയയോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനകളാണ് വിനയച്ചം. അപ്പോൾ വിനയച്ചത്തെ ക്രിയാംഗം എന്നും വിളിക്കുന്നു. പേരച്ചത്തെ നാമാങ്കം എന്നാണെങ്കിൽ വിനയച്ചത്തെ ക്രിയാംഗം എന്നും വിളിക്കുന്നുണ്ട്. ഉദാഹരണം ഒടിഞ്ഞു വീണു, അല്ലേ? ഒരു ക്രിയയോടൊപ്പം നിൽക്കുന്നതാണല്ലോ. ഒടിഞ്ഞു വീണു. നടക്കാൻ പോയി, നടക്കവേ പറഞ്ഞു വിനയച്ചത്തിലാണ് വരിക. നടക്കവേ പറഞ്ഞു. കണ്ടാൽ പറയാം ഇതൊക്കെ വിനയച്ചത്തിലാണ് വരുന്നത്. അപ്പം നാമത്തോടൊപ്പം നിൽക്കുന്നത് പേരച്ചവും ഒരു ക്രിയയോടൊപ്പം നിൽക്കുന്നത് വിനയച്ചവുമാണെന്ന് മനസ്സിലായി. അത് ഏതിലാണ് വരുന്നത്? രണ്ടും പറ്റുവിനയിലാണ്, അല്ലേ? പറ്റുവിനയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പേരച്ചമെന്നും വിനയച്ചമെന്നും. പേരച്ചം എന്ന് പറഞ്ഞാൽ നാമത്തോടൊപ്പം നിൽക്കുന്നത്, വിനയച്ചമാണെങ്കിൽ ക്രിയയോടൊപ്പം നിൽക്കുന്നത്. ഇനി മുൻവിനയച്ചമാണ് നമ്മൾ പഠിക്കുന്നത്. പൂർണ്ണക്രിയയ്ക്ക് മുമ്പ് നടക്കുന്ന അപൂർണ ക്രിയയാണ് മുൻവിനയച്ചം. ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇത്. ഞാൻ അക്കാര്യം ചെന്നു പറഞ്ഞു എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. അതിനു മുമ്പുള്ള ക്രിയയാണ് ചെന്നു എന്നുള്ളത്. ഇത് അഭൂതകാല കഴിഞ്ഞകാല രൂപമാണ്. നോക്കി നിന്നു, വന്നു കണ്ടു, കയറി ചെന്നു. ഇതിലൊക്കെ നോക്കി നിന്നൂല് നോക്കി എന്താണ്? മുൻവിനയച്ചമാണ്. വന്നു കണ്ടൂല് വന്നു മുൻവിനയച്ചം. കയറി ചെന്നു കയറി മുൻവിനയച്ചമാണെന്ന് മനസ്സിലാക്കാം. ഇനി പിൻവിനയച്ചമാണ്. പ്രധാന ക്രിയക്ക് പിൻപ് നടക്കുന്ന അപൂർണക്രിയയാണ് പിൻവിനയച്ചം. അതായത് ആദ്യത്തെ ക്രിയ ഭാവി കാലത്തെയും അതിൻ്റെ കൂടെ ആൻ എന്ന പ്രത്യയവും ചേർന്ന് വരികയാണെങ്കിൽ ആ ക്രിയ പിൻവിനയച്ചമായിരിക്കും.
ആദ്യത്തെ ക്രിയ ഭാവി കാലത്തെയും, ഇപ്പം മുൻവിനയിച്ചത്തിലാണെങ്കിൽ അത് എന്താണ്, ഭൂതകാല ക്രിയയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പിൻവിനയിച്ചത്തിൽ വരെ ഭാവി കാലത്തെയാണ്. അതിൻ്റെ കൂടെ എന്തും കൂടി വരും, ആൻ എന്ന പ്രത്യയവും ചേർന്ന് വരികയാണെങ്കിൽ ആ ക്രിയയാണ് പിൻവിനയിച്ചം. അപ്പം കാണുവാൻ വന്നു, കാണുവാൻ എന്ന് പറയുമ്പോൾ ഭാവി കാലമാണ്. കാണുവാൻ വന്നു ഭാവി കാലത്തിലാണ്, എന്നാൽ ആൻ എന്ന പ്രത്യയം കൂടിയുണ്ട്. അപ്പം കാണുവാൻ വന്നു, കാൺമാൻ വന്നു, കാണാൻ വന്നു, കാണാൻ വന്നു. ഇതൊക്കെ വിനയിച്ചത്തിൽ വരുന്നതാണ്. ഇനി തൻവിനയിച്ചം, തനിയെ നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ളതാണ് തൻവിനയിച്ചം. തനിയെ നിൽക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമുള്ളതാണ് തൻവിനയിച്ചം. പൂർണ്ണക്രിയയോടൊപ്പം സംഭവിക്കുന്നു വർത്തമാന കാലത്തിലാണ്. കൂടാതെ ഈ അപ്രധാന ക്രിയയിൽ അവേ, എ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നത് കണ്ടാൽ ആ ക്രിയ തൻവിനയിച്ചം എന്ന് ഉറപ്പിക്കാം. ഇരിക്കവേ കണ്ടു, ഇരിക്കെ കണ്ടു. കാണവേ പറഞ്ഞു, കാണെ പറഞ്ഞു. നടക്കവേ കണ്ടു, നടക്കെ കണ്ടു. അപൂർണക്രിയയും പൂർണ്ണക്രിയയും ഒരേ സമയം നടക്കുന്നു. നടുവിനയിച്ചം നോക്കാം. കേവല ക്രിയ, ക്രിയാരൂപത്തെ കാണിക്കുന്ന വിനയിച്ചമാണിത്. ആ, ക, ഉ, ക എന്നിവയാണ് പ്രത്യയങ്ങൾ. കാണുക വേണം, അത് ചെയ്യുക വേണം എന്നിവയൊക്കെയാണ് നടുവിനയിച്ചത്തിൻ്റെ ഉദാഹരണങ്ങൾ. ഇനി പാക്ഷിക വിനയിച്ചമാണ്. പ്രധാന ക്രിയ നടക്കണമെങ്കിൽ മറ്റൊരു ക്രിയ മുൻപ് നടന്നിരിക്കണം എന്ന് വ്യവസ്ഥയുള്ള വിനയിച്ചമാണ് പാക്ഷിക വിനയിച്ചം. ആൽ, ഉകിൽ, കിൽ, എങ്കിൽ, ഇൽ തുടങ്ങിയവ പ്രത്യയങ്ങളാണ്. പാക്ഷിക വിനയിച്ചത്തിൻ്റെ പ്രത്യയങ്ങൾ ചോദിച്ചാൽ അത് ആൽ, ഉകിൽ, കിൽ, എങ്കിൽ, ഇൽ തുടങ്ങിയവ. ചെന്നാൽ കാണാം ആദ്യ ക്രിയയിൽ ആൽ എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നു. കൂടാതെ കാണാം എന്ന പ്രധാന ക്രിയ സംഭവിക്കണമെങ്കിൽ ആദ്യം ചെല്ലുക എന്ന അപൂർണ ക്രിയ സംഭവിച്ചിരിക്കണം. പഠിച്ചാൽ ജയിക്കാം, വന്നെങ്കിൽ കാണാം, കൊടുക്കുകിൽ കിട്ടും. ഇതൊക്കെയാണ്. ഇനി ക്രിയാവിഭാഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. ക്രിയ, അർത്ഥം, പ്രകൃതി, സ്വഭാവം, രൂപം, കേവലക്രിയ, പ്രാധാന്യം. അപ്പോൾ അർത്ഥത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സകർമ്മകം അകർമ്മകമായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ ബേസിലാണെങ്കിൽ കേവലവും പ്രയോജകവുമായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വഭാവം, രൂപം, കേവല ക്രിയ ആണെങ്കിൽ കാരിതം, അകാരിതം, അല്ലേ. ഇനി പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുറ്റുവിന, പറ്റുവിന. ഈ പറ്റുവിനേനെ വിനയിച്ചവും പേരച്ചവുമായി തിരിച്ചിട്ടുണ്ട്. വിനയിച്ചത്തിനെ മുൻവിനയിച്ചം, പിൻവിനയിച്ചം, തൻവിനയിച്ചം, നടുവിനയിച്ചം, പാക്ഷിക വിനയിച്ചം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എല്ലാം ക്രിയ എന്നുള്ള ഭാഗം മൊത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയൊരു ക്ലാസ്സുമായി നാളെ കാണാം. നന്ദി.